2024, 25, അതായത് ഇപ്പോ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ശ്രീ ബാലഗോപാലിന്റെ ബജറ്റിൽ എത്രയാണ് സഞ്ചിത കടം ഈ വർഷം ആകുമെന്ന് പറഞ്ഞിരിക്കുന്നത്? 4,47,857.25 കോടി. 4,47,857.25 കോടി. അതായത് GSDP-യുടെ പെർസെൻറ്റേജ് ആയിട്ട് പറഞ്ഞാൽ 34.15. ഇത്ര വലിയ ഫിസ്ക്കൽ ക്രൈസിസിൽ കേരളം എത്തിപ്പെട്ടിട്ടും 29%-നകത്തേക്ക് കടം നിജപ്പെടുത്താൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. അത് വലിയ അപകടകരമായ ഒരു സിറ്റുവേഷൻ. അതായത് ഭരിക്കുന്ന ഗവൺമെന്റ്, ഇതൊക്കെ നിയന്ത്രിച്ചു നിർത്തേണ്ട ഗവൺമെന്റ്, മാനദണ്ഡങ്ങൾ പാലിക്കേണ്ട ഗവൺമെന്റ് അതൊന്നും പാലിക്കുന്നില്ല എന്ന് വെച്ചാൽ ഈ ജനത്തിന്, ഈ സംസ്ഥാനത്തിന് എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല എന്ന തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ്, ആ ആറ്റിറ്റ്യൂഡാണ് നാം ചെറുത്തു തോൽപ്പിക്കേണ്ടത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ വർഷത്തെ ബജറ്റ്, അപ്പോൾ അതായത് ഞാൻ നോക്കി, ഈ 2000-2001 മുതൽ 2024-25 വരെയുള്ള പെർസെൻറ്റേജ് ഇൻക്രീസ്, ഈ കടത്തിലുണ്ടായിട്ടുള്ള പെർസെൻറ്റേജ് ഇൻക്രീസ് നോക്കിയപ്പോൾ 1772.39% വർധനവാണ് 2000-2001 2024-2025 ഇടയ്ക്ക് കടത്തിൽ ഉണ്ടായിരിക്കുന്ന പെർസെൻറ്റേജ് ഇൻക്രീസ് 1772.39%. അതുപോലെ തന്നെ ഞാൻ നോക്കി, UDF-ന്റെ കാലത്ത്, അതായത് 2011-12 മുതൽ 2015-16 ആ സമയത്ത് UDF ആണ് ഭരിക്കുന്നത്. ആ സമയത്ത് ആ 5 വർഷത്തിനിടയ്ക്കുണ്ടായ പെർസെൻറ്റേജ് ഇൻക്രീസ് കടത്തില് 71.3% വർധനവാണ് കടത്തിൽ ഉണ്ടായത്. ഇനി അതുപോലെ 2016-17 മുതൽ 2024-25 വരെ LDF ആണല്ലോ ഇപ്പൊ ഈ കഴിഞ്ഞ 8 വർഷങ്ങളിലും തുടർച്ചയായിട്ട് ഭരിക്കുന്നത്. ആ സമയത്ത് കടത്തിൽ ഉണ്ടായിട്ടുള്ള വർധനവ് 192.34%. അതായത് 8 വർഷം കൊണ്ടുണ്ടായ വർധനവ് 192.34%. അതേ സമയത്ത് UDF ഗവൺമെന്റിന്റെ 5 വർഷക്കാലത്ത് ഉണ്ടായത് 71.3%. തീർച്ചയായിട്ടും അന്നത്തെ കടത്തിന്റെ വർധനവിനേക്കാൾ അപ്പോഴും വലിയ ക്രൈസിസ് ഉണ്ട് കേരളത്തില്. പക്ഷെ അതിനേക്കാളൊക്കെ വളരെ കൂടിയ തരത്തിലാണ് പെർസെൻറ്റേജ് ഇൻക്രീസ് LDF ഗവൺമെന്റ്. അപ്പം LDF ഗവൺമെന്റ് വളരെ റെക്ലെസ് ആയിട്ടാണ് കടം എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇത് പറയുമ്പോൾ തീർന്നില്ല. ഈ സഞ്ചിത കടം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്ന സമയത്താണ് അപകടക്കെണി പോലെ കിഫ്ബി വഴിയുള്ള കടമെടുപ്പും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയുള്ള കടമെടുക്കും. അതാണ് നമുക്ക് ഈ സഞ്ചിത കടത്തോടുകൂടി ഇതും കൂടി ചേർക്കുമ്പോഴാണ് വലിയ അപകട കെണി ഉണ്ട് എന്ന് മനസ്സിലാവുക. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടതും ഈ കിഫ്ബി വഴിയുള്ള കടവും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയുള്ള കടവും ബജറ്റിനകത്തുള്ള കടമാക്കി മാറ്റണം എന്ന് പറയുകയും ആ രീതി അനുസരിച്ചാണ് ഇത് രണ്ടും, അതായത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയുള്ള കടവും കിഫ്ബി വഴിയുള്ള കടവും ബജറ്റിനകത്ത്, അതായത് FRBM ആക്ട് അനുശാസിക്കുന്ന ബജറ്റിനകത്ത് എടുക്കാവുന്ന 3% കടം, ആ 3% കടത്തിലേക്ക് നിജപ്പെടുത്തണം എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ ആവശ്യപ്പെടുകയും അങ്ങനെ വന്നതുകൊണ്ടാണ് 3140.7 കോടി രൂപ വീതം ഈ 3% കടം, എടുക്കാവുന്ന 3% കടം, ആ 3% കടത്തിൽ നിന്ന് 2023-24 ഈ 5 വർഷങ്ങളിലായി ഇതുവരെ കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും എടുത്ത കടം ഇതിനകത്ത് എന്താ പറയുക, ഉൾക്കൊള്ളിക്കുന്നത് ഈ കടത്തിന്. അങ്ങനെ ഉൾക്കൊള്ളിക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ആക്ച്വലി നമുക്ക് 3% കടം എടുക്കാൻ പറ്റില്ല. ആ 3%-ത്തിൽ നിന്നാണ് ഈ 3140.7 കോടിയും കൂടി വെട്ടിക്കുറയ്ക്കേണ്ടി വരുന്നത്. അങ്ങനെയുള്ള ഒരു ദുർഘടാവസ്ഥ വന്നതുകൊണ്ടാണ് ശ്രീ ബാലഗോപാൽ ഇപ്രാവശ്യം GST കൗൺസിൽ കൂടിയപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് 24,000 കോടിയുടെ ഒരു സ്പെഷ്യൽ പാക്കേജ് തരണം എന്ന് പറയുന്നത്. കാരണം ഈ കിഫ്ബി വഴി എടുക്കാൻ പറ്റുന്നില്ല, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴി എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള കാരണം കൊണ്ട്. അപ്പം ഇങ്ങനെ വന്ന ഒരവസ്ഥയിൽ സഞ്ചിത കടം എന്ന് പറയുന്നത് എത്ര അപകടകരമായ ഒരു സ്ഥിതിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് ഈ ഫിസ്ക്കൽ, അതായത് എല്ലാ സംസ്ഥാന ഗവൺമെന്റ്
കേന്ദ്രം ഫിസ്ക്കൽ ഫെഡറലിസത്തിന് പാരവയ്ക്കുന്നു, ഞങ്ങൾക്ക് കടമെടുക്കാൻ അനുവദിക്കുന്നില്ല, ഫിനാൻസ് കമ്മീഷൻ ഞങ്ങളെ പിഴിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഡൽഹിയിൽ പോയി സമരം ചെയ്തത് നമുക്കറിയാം. പക്ഷേ ഈ കേന്ദ്ര ഗവൺമെന്റ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് അനുസരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യണം. അതായത് സംസ്ഥാന ഗവൺമെന്റ് ഈ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് കടമെടുക്കാവൂ എന്നൊക്കെ പറയുന്നത്. അപ്പോഴും നമ്മൾ ഓർക്കണം, കേന്ദ്രം അത്ര ശുദ്ധമായ രീതിയിലൊന്നും അല്ല. കേന്ദ്രത്തിന് ഒരുപാട് വളഞ്ഞ വഴികളുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ആ വളഞ്ഞ വഴികളിൽ ചിലത് മാത്രം ഒന്ന് സൂചിപ്പിക്കാം. ഒന്നാമത് കണ്ടമാനം സെസ് ഏർപ്പെടുക. എന്താണ് ഈ സെസ് എന്ന് പറയുന്നത്? ടാക്സ് ഓൺ ടാക്സ് ആണ് സെസ് എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് സമ്മതിക്കുന്നതാണ്, അനുവദനീയമാണ്. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും സെസ് ഈടാക്കാം. അങ്ങനെ സെസ് ഈടാക്കാം എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം, 2010 വരെ സെൻട്രൽ പൂളിലേക്ക് വരുന്ന റവന്യൂവിന്റെ 10% മാത്രമായിരുന്നു സെസ് ആയി ഈടാക്കിയിരുന്നത്. അതായത് UPA ഗവൺമെന്റ്, ഒന്നാം UPA ഗവൺമെന്റ്, രണ്ടാം UPA ഗവൺമെന്റും ഒക്കെ കടമെടുത്തിട്ടും സെസ് പിരിച്ചിട്ടും ആ സെസ് എല്ലാം കൂടി സെൻട്രൽ പൂളിലേക്ക് വരുന്ന ടാക്സ് റവന്യൂവിന്റെ 10% മാത്രമേ ആകുമായിരുന്നുള്ളൂ. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട്, അതായത് BJP ഗവൺമെന്റിന്റെ 10 വർഷം, 2014 മുതലും കൂട്ടണ്ട, 2018 മുതൽ 23 വരെയുള്ള കാലഘട്ടം കൊണ്ട് സെസ്സിലുണ്ടായ വർധനവ് 133% ഓർക്കണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു മാർഗം. പിന്നെ രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത്, കേന്ദ്ര ഗവൺമെന്റ് സെൻട്രലി സ്പോൺസേഡ് സ്കീംസിന്റെ ഒക്കെ കേന്ദ്രത്തിന്റെ ഷെയർ വെട്ടി കുറച്ച് സംസ്ഥാനങ്ങളുടെ ഷെയർ വർദ്ധിപ്പിക്കുന്നു. അപ്പോഴും സംസ്ഥാനങ്ങൾ പ്രതിരോധത്തിലാകുന്നു. അങ്ങനെ വിവിധ മാർഗങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ഫെഡറലിസത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബാലഗോപാൽ സാറ് അവിടെ ചെന്ന് ഞങ്ങൾക്ക് നീതി കിട്ടണം, 24,000 കോടിയുടെ അധിക ബെനിഫിറ്റ് തരണം, ഒരു പാക്കേജ് തരണം എന്നൊക്കെ പറയുന്നതിൽ തെറ്റുണ്ട്, അനീതിയുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിന്റെ കയ്യിൽ ഒതുങ്ങുന്ന തരത്തില് കടം മേടിക്കലും ഒക്കെ ആയിട്ട് മുൻപോട്ട് പോയില്ലെങ്കിൽ ഇത് നമ്മുടെ ഭാവി തലമുറയെ ബാധിക്കും. ഇപ്പൊ പറയുന്നത് എന്താണ് പറയുന്നത്? അത് മൂലധന ചെലവിന് വേണ്ടിയല്ലേ കടമെടുക്കുന്നത്? ശരിയാണ്, മൂലധന ചെലവിന് വേണ്ടിയാണ് കടമെടുക്കുന്നത്. മൂലധന ചെലവെന്ന് പറഞ്ഞാൽ എന്താണ്? മൂലധന ചെലവ് എന്ന് പറഞ്ഞാൽ നമുക്കതിനെ രണ്ടായിട്ട് വിഭജിക്കാം. എങ്ങനെയാണ്? സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. എന്താണ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല്? വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയ്ക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ ആ മേഖലകളിൽ ആ സംസ്ഥാനം വികസിക്കും. ഇനി എന്താണ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ അഥവാ ഭൗതിക അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത്? റോഡ്, പാലം, അങ്ങനെയൊക്കെയുള്ള എല്ലാത്തര വികസനവുമാണ് ഫിസിക്കൽ ഇത് രണ്ടും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ വികസിക്കുക എന്ന് വെച്ചാൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇംപ്രൂവ് ചെയ്യും, വ്യവസായങ്ങൾ വരും. പക്ഷേ ഇതൊക്കെ ഇംപ്രൂവ് ചെയ്താൽ പോലും കേരളത്തിലേക്ക് വ്യവസായം വരാൻ ബുദ്ധിമുട്ടാണ്, ബിക്കോസ് ഓഫ് ലേബർ മിലിറ്റൻസി. അപ്പൊ ലേബർ മിലിറ്റൻസി ഒക്കെ ഒന്ന് തേച്ച് മിനുക്കി ഒക്കെ വെച്ചാൽ മാത്രമേ ഇവിടേക്ക് വ്യവസായങ്ങൾ വരൂ. ഇനി സോഷ്യൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, തീർച്ചയായിട്ടും ഇവിടെ ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പിന്നെ സ്വകാര്യ മേഖലയിലാണ് സോഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതും ക്വാളിറ്റി കുറഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് ബ്രെയിൻ ഡ്രെയിൻ ഒക്കെ നടക്കുന്നത്. ഇനി ഒരു കാര്യം ഓർക്കണം, ഇപ്പൊ ഈ കഴിഞ്ഞ മാസം ജൂണില് സഞ്ചിത കടത്തെ പറ്റി പറയുന്നത് കൊണ്ടാണ് 3500 കോടി കടമെടുത്ത് കഴിഞ്ഞ മാസം റിട്ടയർമെന്റിന്റെ ചെലവുകളും മറ്റെല്ലാം ചെലവ് നോക്കാൻ വേണ്ടിയിട്ട് 3500 കോടി കടമെടുത്തപ്പോൾ 1500 കോടി 15 വർഷത്തെ ഇതില് കാലപരിധി വെച്ചിട്ടാണ് കടമെടുത്തത്. 2000 കോടി 1500 കോടി 31 വർഷത്തെ കാലപരിധിക്കാണ് കടമെടുത്തത്. അതാണ് ഞാൻ പറഞ്ഞ, നമ്മൾ കടമെടുക്കുമ്പോൾ അത് വരും തലമുറയെ എങ്ങനെ ബാധിക്കും എന്നുകൂടി നോക്കണം. അപ്പൊ വരും തലമുറ 31 വർഷം എന്ന് പറയുമ്പോൾ നമ്മളിൽ പലരും കാലഹരണപ്പെട്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ അടുത്ത തലമുറയിലേക്ക് വരെ ആ വായ്പയുടെ ഭാരം ചെല്ലും എന്നർത്ഥം. ഇത് തന്നെയാണ് CAG ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. കേരളം ഇങ്ങനെ കടം എടുത്തിട്ടുണ്ടെങ്കിൽ ഭാവി തലമുറയെ അത് ബാധിക്കും, അത് ട്രാൻസ്പെറന്റ് അല്ല, കിഫ്ബി വഴിയൊക്കെ ഉള്ള കടം എന്നൊക്കെ അവർ പറയാറുള്ളത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഗവൺമെന്റ് പറയുന്നു, ഇല്ല, കിഫ്ബി വഴിയോ കിഫ്ബി വഴിയൊക്കെ എടുക്കുന്ന
മൂലധന ചെലവിന് വേണ്ടിയാണ് എടുക്കുന്നത്. മൂലധന ചെലവ് പിന്നെ അത് റോഡും പാലവും റെയിലും ഒക്കെ ഉണ്ടാകുന്നത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയല്ലേ? അപ്പൊ ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ. കേരയിൽ കേരയില് പ്രശ്നം എന്തായിരുന്നു? കേരയിലിന്റെ പ്രശ്നം അതായത് 1980കളിൽ കേരയിൽ വളരെ സജീവമായിരുന്നു ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളിൽ. അവിടെ കാലഹരണപ്പെട്ട കേരയിൽ പദ്ധതി എങ്ങനെയെങ്കിലും കേരളത്തിന്റെ തലയിൽ വെച്ച് കെട്ടാനാണ് ജപ്പാൻ ശ്രമിച്ചത്. അങ്ങനെയാണ് ജപ്പാന്റെ ഫിനാൻഷ്യൽ എയ്ഡ് എന്നൊക്കെ പറഞ്ഞ്, എന്ന് വെച്ചാൽ കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കേണ്ട രീതിയിൽ കൊടുത്ത് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തായിരിക്കും കേട്ടോ കേരയിൽ പദ്ധതി കേരളത്തെ കൊണ്ട് അംഗീകരിപ്പിച്ചത്. പക്ഷെ അത് ഇതുവരെ നടപ്പായില്ല. എങ്കിൽ പോലും എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. എല്ലാം ഒരുപാട് കേരയിൽ കടന്നു പോകുമെന്ന് പറഞ്ഞ് വിഭാവന ചെയ്ത അല്ലെങ്കിൽ സ്കീം ഉണ്ടാക്കിയ മേഖലകളിലൊക്കെ കുറ്റി നാട്ടി വിൽക്കാനും പാടില്ല, വീട് വെക്കാനും വയ്യ, വായ്പ എടുക്കാനും വയ്യ എന്ന രീതിയിൽ കേരളത്തിലെ പരശതം പിന്നെ വ്യക്തികളെ, പൗരന്മാരെ സങ്കടത്തിലേക്ക് തള്ളിവിടുകയാണ് കേരയിൽ ചെയ്തത്. കേരയിൽ സ്കീം സ്വപ്നത്തിൽ പോലും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇനി എന്നിട്ട് തന്നെ അത് നല്ലതല്ലേ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്നാ ഇവരൊക്കെ ചോദിക്കുന്നത്. ഈ ഭാവി തലമുറയ്ക്ക്, അതായത് 1980കളിൽ ജപ്പാനിൽ കാലഹരണപ്പെട്ട കേരയിലാണ് കേരളത്തിൽ ഇനി കൊണ്ടുവന്ന് 50 വർഷം കൊണ്ട് ചെയ്യാനിരിക്കുന്നത്. അപ്പോഴേക്കും ഈ സിസ്റ്റം ഒക്കെ മാറി, അതായത് നമ്മുടെ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒക്കെ മാറി. ഇപ്പോൾ തന്നെ ഏരിയൽ റെയിൽ സിസ്റ്റം വന്നു തുടങ്ങി. ഏരിയൽ റെയിൽ സിസ്റ്റം, ഭൂമിയിലൂടെ അല്ലാതെ ആകാശത്തിലൂടെ ഓടുന്ന റെയിൽ സിസ്റ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ, ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതുപോലെ കാലഹരണപ്പെട്ട മൂലധന ചെലവല്ല ഒരു സംസ്ഥാനത്തിന് വേണ്ടത്. അപ്പോൾ അത് മാത്രവുമല്ല, താങ്ങാവുന്ന മൂലധന ചെലവേ വരുത്താവൂ. കാരണം അതിൻ്റെ ദൈർഘ്യം, അതിൻ്റെ ആയുസ്, അത് എത്ര കാലത്തേക്ക് ആവശ്യം വരും എന്നുള്ളത് തന്നെ വളരെ അപ്രതീക്ഷിതമാണ്. ബിക്കോസ് ഓഫ് ദി ചേഞ്ച് ഇൻ ദി ടെക്നോളജി ആൻഡ് അതർ തിങ്സ്. ഓക്കെ. അപ്പോൾ അത് കാരണം സഞ്ചിത കടം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി മാത്രം വളരാൻ അനുവദിക്കേണ്ട കടമാണ്. അത് മൂലധനത്തിന് വേണ്ടിയാണെങ്കിൽ തരക്കേടില്ല, മൂലധന ചെലവിന് വേണ്ടിയാണെങ്കിൽ പോലും വളരെ കൃത്യതയോടുകൂടിയും ടൈം ബൗണ്ട് ആയിട്ടും ചെലവഴിക്കേണ്ടതാണ്. അതുപോലെ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ്, അതായത് അത് 100 വർഷത്തേക്ക് കണക്ക് കൂട്ടി ഒരിക്കലും മൂലധന ചെലവ് നടത്തരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് അത് കാലഹരണപ്പെട്ടു പോയെന്നിരിക്കാം. അപ്പം നമ്മൾ വെറുതെ കുഴിച്ചിട്ടതാകും. അതുകൊണ്ട് അങ്ങനെ മൂലധന ചെലവ് വരുത്തിയിട്ട് കാര്യമില്ല. അപ്പം സഞ്ചിത കടം വളരെ കൃത്യതയോടുകൂടി ആലോചിച്ച് ബുദ്ധിപൂർവം വരുത്തി വെക്കേണ്ട കടമാണ്. വെറുതെ ഭാവി തലമുറയ്ക്ക് ബാധ്യതയാക്കി വരുത്തി വെക്കേണ്ടതല്ല.